പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ നല്ല സമയത്തെ ഓർത്ത് ഞാൻ സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. വീണ്ടും ഒരിക്കൽ കൂടി എൻ്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പാകെ ആയിരിക്കാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നൽകിയിരിക്കുന്ന ഈ വിലപ്പെട്ട സമയത്തിനായി ഞാൻ സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലായിരിക്കുമ്പോൾ ഈ വീഡിയോയുടെ ശീർഷകത്തിൽ എഴുതി കാണിച്ചിരിക്കുന്നത് പോലെ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിന് നൽകുന്ന മറുപടിയാണിത്. വലിയ ഒരു കാര്യങ്ങൾക്കുള്ള മറുപടിയല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ 2 വാചകങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളുണ്ട്. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഈസയെയും സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പിനെയും കുറിച്ച് തന്ത്രജ്ഞനായ ഈസയും വചന നിഷേധിയായ സെബാസ്റ്റ്യനും എന്ന ശീർഷകത്തിൽ ഒരു വീഡിയോ ചെയ്യുവാനിടയായി. ആ വീഡിയോയുടെ ടൈറ്റിൽ ഇതാണ്: തന്ത്രജ്ഞനായ ഈസയും വചന നിഷേധിയായ സെബാസ്റ്റ്യനും എന്നാണ് ആ വീഡിയോയുടെ ശീർഷകം. അപ്പോൾ ആ വീഡിയോയുടെ 24-ാം മിനിറ്റിൽ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം നടത്തിയ ഒരു ശ്രദ്ധേയമായ പരാമർശമുണ്ട്. ആ വീഡിയോയുടെ 24-ാമത്തെ മിനിറ്റിൽ അദ്ദേഹം നടത്തിയ ആ പരാമർശം ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ആ വീഡിയോയുടെ 24-ാം മിനിറ്റിൽ അദ്ദേഹം പറഞ്ഞ ശരിയല്ലെങ്കിൽ അതേക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ ബദലായ എത്രയോ മാർഗങ്ങൾ ഉണ്ടായിരുന്ന യഹോവസാക്ഷിയില്ലേ, അല്ലെങ്കിൽ കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ വിശ്വസിക്കുന്ന നൂതനമായ ഒരു ആശയമില്ലേ, വ്യത്യസ്തമായ ഒരു കാര്യമില്ലേ, ഇതല്ലേ വണ്ണസ് ഇല്ലേ, ഇതൊന്നുമല്ലോ അദ്ദേഹം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ സാമുവേൽ പറയുന്ന, അല്ലെങ്കിൽ കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ പറയുന്ന നൂതന ആശയം, ഇതാണ് അദ്ദേഹം നടത്തിയ വിശേഷണം. കൂടുതലൊന്നും പറഞ്ഞില്ല അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞ ഇത്രയും മാത്രമേ ഉള്ളൂ. കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ നടത്തുന്ന അല്ലെങ്കിൽ പറയുന്ന നൂതന ആശയം എന്ന വിശേഷണമാണ്. ഇവിടെയാണ് പ്രധാനമായ ഒരു ചോദ്യം പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തോടുള്ളത്. എന്ത് നൂതന ആശയമാണ് കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ സാമുവേൽ പറയുന്നത് എന്ന് അങ്ങ് വ്യക്തമാക്കണം. കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ സാമുവേൽ പറയുന്ന നൂതന ആശയം എന്താണ്? അത് അദ്ദേഹം പറയണം. ഞാൻ പറയുന്ന എന്തെങ്കിലും കാര്യം അദ്ദേഹം ഉൾപ്പെടെയുള്ള സമൂഹം ഉപയോഗിക്കുന്ന ബൈബിളിൽ ഇല്ലാത്തതാണോ? അദ്ദേഹം പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ബൈബിളിൽ ഇല്ലാത്ത എന്തെങ്കിലും കാര്യം കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ പറയുന്നതായി ചൂണ്ടിക്കാണിക്കുവാൻ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിന് കഴിയുമോ? കഴിയുമെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. എന്നിട്ട് വേണം പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ സാമുവേലിനെ കുറിച്ച് നൂതന ആശയം പറയുന്നു എന്ന് പറയേണ്ടത്. ആര് പറയുന്നതാണ് പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം ഈ നൂതന ആശയം? 2000 വർഷങ്ങൾക്ക് മുൻപ് ജനിച്ച യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ഉപദേശിച്ചു കൊടുക്കുകയും ആ ശിഷ്യന്മാർ പ്രചരിപ്പിക്കുകയും ചെയ്തതായ ആശയം വിശുദ്ധ വേദപുസ്തകത്തിൽ സുവ്യക്തമായി ആലേഖനം ചെയ്തിരിക്കുന്ന ആ ആശയങ്ങൾ അതിനോട് മായം ചേർക്കാതെയാണ് ഞാൻ പറയുന്നതെന്ന് വളരെ ഉത്തമ ബോധ്യത്തോടു കൂടി എനിക്ക് പറയുവാൻ കഴിയുന്നുണ്ട്. അതിന് ശേഷം എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടായതായ ഒരു സംഘടനയുടെ ഭാഗമാണ്, ഒരു ആശയത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം. ഒന്നാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവും തൻ്റെ അപ്പോസ്തലന്മാരും തൻ്റെ ശിഷ്യന്മാർ പ്രചരിപ്പിച്ചത്, അവർ ആലേഖനം ചെയ്തതായി നമുക്ക് ലഭ്യമായിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നതായ ആശയങ്ങളാണോ
അതോ ഈ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടങ്ങളോടുകൂടി, ഉദ്ദേശം 100-110 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഉടലെടുത്തതായ പെന്തക്കോസ്ത് പ്രസ്ഥാനം ഹോൾഡ് ചെയ്യുന്ന ഒരു ഉപദേശമാണ് പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടം ഇന്ന് ഫോളോ ചെയ്യുന്നത്? അതും പെന്തക്കോസ്തുകാരുടെ ഇടയിൽ രണ്ട് കൂട്ടരും പ്രമുഖമായുണ്ട്. ഒന്ന് വണ്ണസ്, ഒന്ന് ട്രിനിറ്റേറിയൻസ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷെ അവരും വണ്ണസ്, ഫലത്തിൽ വണ്ണസ്. എന്ത് ട്രിനിറ്റേറിയനാണ് പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടം? നാളിന്ന് വരെ ട്രിനിറ്റി എന്നാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയുവാൻ കഴിയാതെ ഓടാൻ തയ്യാറായി നിൽക്കുന്നയാളായിട്ടാണ് ഞാൻ പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടത്തെ ഇന്ന് വരെ കണ്ടിട്ടുള്ളത്. ട്രിനിറ്റി എന്നാൽ എന്തെന്നൊന്ന് ചോദിച്ചാൽ മതി, ഓടാൻ തയ്യാറാവുള്ളി. അങ്ങനെയുള്ള പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടം എൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ്, ഞാൻ വളരെ സ്നേഹിക്കുന്നയാളാണ്. ഇത് ആശയപരമായ വിയോജിപ്പാണ്. ആശയപരമായ കാര്യമാണ് ഇവിടെ സംസാരിക്കുന്നത്, വ്യക്തിപരമല്ല. അതുകൊണ്ട് ആരും ഇതിനെ വ്യക്തിപരമായിട്ട് കാണണ്ട, ആശയപരമായി തന്നെ കണ്ടാൽ മതി. പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടം എൻ്റെ സ്നേഹിതനാണ്, ആ സ്നേഹത്തിനൊന്നും ഒരു കുറവുമില്ല. ഇവിടെ ആശയത്തിൻ്റെ വിഷയമാണ്. ആശയപരമായ വിയോജിപ്പുകൾ മാത്രമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. അതുകൊണ്ട് പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടം എന്നെക്കുറിച്ച് നടത്തിയ പരാമർശം നൂതന ആശയം പറയുന്നയാളെന്നാണ്. ആരുടെ ആശയമാണ് പാസ്റ്ററെ നൂതന ആശയം? പാസ്റ്റർ നിലകൊള്ളുന്ന സംഘടന എന്നാണ് ഉണ്ടായത്? ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് പാസ്റ്ററോട് ചോദിച്ചു, നിങ്ങൾ പറയുന്നതാണോ ഞാൻ പറയുന്നതാണോ നൂതനമായ ആശയം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ പറയുന്നത് സഭാചരിത്രത്തിൽ കാണുന്നില്ല, ഇന്ന് അതുപോലൊരു സഭയും കാണുന്നില്ലെന്ന് പറയുന്നു. അതെന്റെ കുറ്റമാണോ? കർത്താവായ യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും പറഞ്ഞതായ കാര്യങ്ങൾ ബൈബിളിലുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ സഭ പിന്തുടർന്നത് ബൈബിളിലുണ്ട്. അതിനോട് വ്യതിചലിച്ച എന്തെങ്കിലും ഒരു ആശയം ഇന്ന് വരെ ഞാൻ പറഞ്ഞത് പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? കഴിയുമെങ്കിൽ കമോൺ ഷോ മീ. ഞാൻ വലിച്ചുവാരി സംസാരിക്കുന്ന ആളല്ല. അനാവശ്യമായിട്ട് കഥകൾ പറഞ്ഞ ആൾക്കാരെ രസിപ്പിക്കാൻ എനിക്കറിയത്തില്ല. എനിക്ക് ഡയറക്റ്റ് ഷൂട്ട് ചെയ്യാനേ അറിയത്തുള്ളൂ. അതുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ കട്ട് ആൻഡ് റൈറ്റ് ആയിട്ട് പറയും. അതിനകത്ത് ഏച്ചുകെട്ടുകളൊന്നുമില്ല, ഡെക്കറേഷൻ ഒന്നുമില്ല. പറയാനുള്ളത് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയും. വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന ദൈവശാസ്ത്രം, അതുമായിട്ട് എന്തെങ്കിലും പൊരുത്തം പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടത്തിന്റെ ഉപദേശത്തിനുണ്ടോ? ഇനി പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടം എന്ത് ഉപദേശമാണ് പറയുന്നതെന്ന് ഇന്ന് വരെ നിശ്ചയമില്ല. പലപ്പോഴും പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടം വണ്ണസ് ഡോക്ട്രിൻ പറയും. അദ്ദേഹം രാഹുൽ ഈശ്വറുമായിട്ടുള്ള വീഡിയോയില് വണ്ണസ് ഉപദേശമാണ് പറഞ്ഞത്. തൃത്വത്തെക്കുറിച്ച് സംവാദം ചെയ്യുവാൻ ഷാർജയിൽ വന്നതാണ് ഞാനുമായിട്ട് അദ്ദേഹം ഷാർജയിൽ വെച്ച് നടത്തിയ സംവാദം. 3 മണിക്കൂർ നീണ്ട സംവാദത്തിൽ ട്രിനിറ്റി എന്നാൽ എന്തെന്ന് അദ്ദേഹം പറഞ്ഞ ഒരു പാർട്ട് ആ 3 മണിക്കൂർ വീഡിയോയിൽ കാണിക്കുവാൻ ഉണ്ടെങ്കിൽ ആരെങ്കിലും കാണിക്കേ. ട്രിനിറ്റി എന്നാൽ എന്തെന്ന് അദ്ദേഹം ഡിഫൈൻ ചെയ്യുകയോ ട്രിനിറ്റി എന്നാൽ എന്തെന്ന് അദ്ദേഹം പറയുകയോ ചെയ്ത ഒരു ഭാഗം ആ 2 മണിക്കൂർ 53 മിനിറ്റ് നീണ്ടതായ വീഡിയോയിൽ ഉണ്ടെങ്കിൽ കാണിക്കേ. ട്രിനിറ്റി താൻ പ്രൂവ് ചെയ്തിട്ടില്ല, ഞാൻ തൃത്വം തെളിയിച്ചിട്ടില്ല, ഞാനെന്നല്ല ലോകത്താരും നാളിന്ന് വരെ തൃത്വം തെളിയിച്ചിട്ടില്ല എന്ന് അവിടെ വളരെ വ്യക്തമായി പറഞ്ഞതാണ് പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടം. സോറി, ടങ് സ്ലിപ്പ്, ക്ഷമിക്കണം. എന്നിട്ട് അദ്ദേഹം ട്രിനിറ്റി പ്രൂവ് ചെയ്തു എന്നൊക്കെ ചുമ്മാതെ പടക്കം വിടുന്നുണ്ട്. ഏത് ഭാഗത്താണ് ആ 2 മണിക്കൂർ 53 മിനിറ്റുള്ള വീഡിയോയിൽ എവിടെയെങ്കിലും തൃത്വം എന്നാൽ എന്ത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കാണിക്കട്ടെ, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ ആധാരത്തിൽ, സുവ്യക്തമായ തെളിവുള്ള വചനങ്ങളുടെ ആധാരത്തിൽ ട്രിനിറ്റി എന്നാൽ എന്തേ എന്ന് തെളിയിക്കുവാൻ കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഞാൻ എന്നും പറയുന്ന കാര്യമാണ്. ട്രിനിറ്റി എന്നാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഈ അടുത്ത സമയങ്ങളിലായിട്ട് പറയുന്നതാണ് മത്തായി 28:19. അവിടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ച് പരാമർശമുണ്ടെന്ന്. എൻ്റെ പൊന്നു പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടം,
ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 26-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരാമർശമില്ല. പിതാവിനെ കുറിച്ചും പുത്രനെ കുറിച്ചും അസംഖ്യം വിശുദ്ധ ദൂതന്മാരെ കുറിച്ചും പരാമർശമുണ്ട്. ഒരേ പരാമർശമാണ്. മത്തായി 28:19 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുവീൻ എന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് കൽപ്പന കൊടുത്തു. ആ വാക്യത്തിൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ചുള്ള പരാമർശമുണ്ട്, ഇല്ലെന്ന് ആര് പറഞ്ഞു? അതേപോലെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 20 യേശു പറയുന്നു, ആരെങ്കിലും എന്നെയും എന്റെ വചനത്തെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. ഇവിടെ പിതാവുണ്ട്, പുത്രനുണ്ട്, എണ്ണം എത്രയാണെന്ന് പറയാൻ കഴിയാതെ വണ്ണമുള്ള ദൂതന്മാരുണ്ട്, വിശുദ്ധ ദൂതന്മാർ. ഇതിനെ താങ്കൾ എന്ത് ത്വം ചേർത്ത് പറയുമെന്ന് ഞാൻ പല ആവർത്തി ചോദിച്ചിട്ട് പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം മറുപടി പറഞ്ഞിട്ടില്ല. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും കുറിച്ച് മത്തായി 28-ന്റെ പരാമർശമുണ്ടെങ്കിൽ അതിനെ തൃത്വമെന്ന് നിങ്ങൾ എങ്ങനെ വിശേഷിപ്പിക്കും? What is Trinity? First of all, you have to define Trinity in such a manner an ordinary believer can understand it. As long as you are unable to define what is Trinity, what's the use of talking this and that story? ഞാൻ ഈ ലൈവ് ഡിക്ലെയർ ചെയ്ത സമയത്ത് തന്നെ അദ്ദേഹം അവിടെ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ പുസ്തകമൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് അവിടെ ആൾക്കാരെ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ എന്നെക്കുറിച്ച് എന്തോ പരാമർശമൊക്കെ നടത്തിയിരുന്നു, ഞാനത് കേട്ടില്ല. എനിക്കതിനെക്കുറിച്ച് സൂചന ലഭിച്ചിരുന്നു. വാട്ട് എവർ ഇറ്റ് മേ ബി, ഞാനൊരു 2 കമന്റ് ഇട്ടിട്ടാണ് വന്നത്. പോയ കോടാലിയാണ്, ചതഞ്ഞ കോടാലി കൊണ്ട് വെട്ടിയിട്ട് എന്ത് കാര്യം? ഫസ്റ്റ് ഓഫ് ഓൾ യു ഡിഫൈൻ വാട്ട് ഈസ് ട്രിനിറ്റി. പ്രൂവ് ഇറ്റ് ഇൻ സച്ച് എ മാനർ an ordinary believer can understand it. I am ready to attend it, accept it. Okay, so ഇനി അതല്ല, പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിന് തന്റെ ആശയമാണ് ഏറ്റവും പുരാതനമെന്നും കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ പറയുന്നത് നൂതന ആശയമാണെന്നും കഴിഞ്ഞിട്ട് വേണ്ടേ പാസ്റ്ററെ കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ സാമുവേൽ പറയുന്ന നൂതന ആശയം എന്ന വിശേഷണം നടത്തേണ്ടത്? 1-ാം നൂറ്റാണ്ടിലെ സഭയും അപ്പോസ്തലന്മാരും പ്രഘോഷിച്ചതിൽ എവിടെയാണ് ഈ ട്രിനിറ്റി എന്ന് പറയുന്ന സംഭവമുള്ളത്? എന്താണ് ട്രിനിറ്റി എന്ന് പറയുവാൻ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടിന് നാളിന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അടൂരിൽ നടന്ന സംവാദം ഉൾപ്പെടെ ഏതൊരു സംവാദങ്ങളിലായാലും എതിർഭാഗത്തോട് പറയുന്ന കമന്റുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അടൂരിൽ വെച്ച് പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം നടത്തിയ, അതായത് നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പിനോട് നടത്തിയതായ ഒരു ചോദ്യം ഇതാണ്: ന്യായവിധി എല്ലാം പിതാവ് പുത്രന് നൽകിയിരിക്കുന്നു. അപ്പോൾ ന്യായം വിധിക്കുന്നവനാര്, ന്യായം വിധിക്കാത്തവനാര് എന്ന് ചോദ്യം അദ്ദേഹം ഉയർത്തി. ഈ ന്യായം വിധിക്കുന്നവനാരെ, ന്യായം വിധിക്കാത്തവനാരെ എന്ന ചോദ്യം വരുമ്പോൾ തന്നെ അവിടെ 2 പേരുണ്ടെന്ന് അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞു. ന്യായം വിധിക്കുന്ന ഒരുവനും ന്യായം വിധിക്കാത്ത ഒരുവനും. ഇത് വണ്ണസുകാരോട് അവരെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം ചോദിക്കുന്ന ചോദ്യമാണ്. ന്യായം വിധിക്കുന്നവനാര്, ന്യായം വിധിക്കാത്തവനാര്, അഥവാ ന്യായവിധി നടത്തുന്നവനാര്, ന്യായവിധി നടത്താത്തവനാര് എന്ന് ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത്. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി എല്ലാം പുത്രന് നൽകിയിരിക്കുന്നു. ഈ വാക്യം എടുത്തിട്ടാണ് അദ്ദേഹം ഇത് ചോദിക്കുന്നത്. അപ്പോൾ പിതാവും പുത്രനും ഒന്ന് തന്നെയാണ്, ഒരാൾ തന്നെയാണ് എന്ന് വാദിക്കുന്ന വണ്ണസുകാരെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത്. ഇതേ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം ശ്രീ രാഹുൽ ഈശ്വറുമായിട്ടുള്ള ഒരു സംവാദത്തിൽ അദ്ദേഹം അതിൻ്റെ അവസാനം സുവിശേഷത്തെക്കുറിച്ച് ഉള്ള തന്റെ കൺക്ലൂഷനിൽ പറഞ്ഞതായ ഒരു കാര്യം, ഉൽപ്പത്തി മുതൽ കാണുന്ന ഒരേ ഒരു ദൈവം, ഈ മനോഹര പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്,
കർത്താവിന്റെ ജഡാവതാരം ആണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി എന്ന് അദ്ദേഹം അവിടെ പറഞ്ഞു. മനസ്സിലാക്കണം, ഉൽപ്പത്തി മുതൽ കാണുന്ന ഒരേ ഒരു ദൈവം, ഓൺലി വൺ ഗോഡ്, ആ ദൈവത്തിന്റെ ജഡാവതാരം കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി. പക്ക വണ്ണസ് ഡോക്ട്രിനാണ് പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം ഈ പറഞ്ഞത്. ഇത് തന്നെയല്ലേ ഈ വണ്ണസുകാർ, യേശുനാമക്കാർ പറയുന്നത്? സകല പ്രപഞ്ചത്തിന്റെയും, മനോഹര പ്രപഞ്ചമത്തെ അദ്ദേഹത്തിന്റെ ഭാഷാശൈലിയോട് വിശേഷിപ്പിച്ചെങ്കിൽ സകലത്തിന്റെയും സൃഷ്ടാവായ ഒരേ ഒരു ദൈവം, ആ ദൈവത്തിന്റെ ജഡാവതാരമാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് പാസ്റ്റർ അൽക്കൊടുത്തോട്ടം പറഞ്ഞിട്ട് പിന്നെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി അത് തൃത്വത്തിന്റെ ഭാഗമാണ് ഇതാന്ന് പറഞ്ഞു. എന്റെ പാസ്റ്ററെ, ഈ പറഞ്ഞത് ഒരേ ഒരു ദൈവം എന്നാ പറഞ്ഞത്. ആ ദൈവത്തിന്റെ ജഡാവതാരമാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ തൃത്വം വന്നു. തൃത്വത്തിന് യാതൊരു പങ്കും അവിടെ വരുന്നില്ല. അപ്പോൾ പക്ക വണ്ണസുകാരുടെ, യേശുനാമക്കാരുടെ ഉപദേശമാണത്. അപ്പോൾ പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടം നാളിന്ന് വരെ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങളെല്ലാം യേശു ദൈവമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി സ്വന്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതെല്ലാം. വിശുദ്ധ വേദപുസ്തകം പറയുന്നത് എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ഇനി പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടം ഇത് പറയുമ്പോഴൊക്കെ ഞാൻ പറയുന്നത് സഭാചരിത്രത്തിലില്ലെന്നാണ് പറയുന്നത്. പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടം പറയുന്നത് ഏത് സഭാചരിത്രമാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. അതൊന്ന് വ്യക്തമാക്കി കഴിഞ്ഞാൽ നമുക്ക് സഭാചരിത്രത്തിന്റെ ബേസിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ ഞാൻ പറയുന്നത് സഭാചരിത്രത്തിലില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഭോഷത്വമല്ലേ പാസ്റ്റർ പറഞ്ഞത്? വലിയ അബദ്ധമല്ലേ അങ്ങ് പറഞ്ഞത്? ഭോഷത്വം എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് ദയവായി ക്ഷമിക്കണം, അബദ്ധമല്ലേ അങ്ങ് പറഞ്ഞത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങളിൽ വളരെ വ്യക്തമായിട്ട് യേശുക്രിസ്തു പറഞ്ഞത് ഓൺലി ട്രൂ ഗോഡ് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ആരാണ് ഒരേ ഒരു സത്യദൈവമെന്ന്. ഇത് പറഞ്ഞിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും നിത്യജീവനെ നൽകേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. ആരാണ് ഓൺലി ട്രൂ ഗോഡ്? This is life eternal, that they might know thee, the only true God, and Jesus Christ whom thou hast sent. Only true God ആരാണെന്ന് യേശുക്രിസ്തു വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങളിൽ ഒരേ ഒരു ദൈവം ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ദൈവം യേശുക്രിസ്തുവിനെ അയച്ചവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, താൻ പിതാവിനാൽ അയക്കപ്പെട്ടവൻ, താൻ സ്വയമായി വന്നവനല്ല, തന്നെ അയച്ചവൻ സത്യവാനാണ്, തന്നെ അയച്ച ഒരുവനുണ്ട്, അത് പിതാവാണെന്ന് യഹൂദന്മാരോട് യേശു സംസാരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 42-ാം വാക്യത്തിൽ യേശു യഹൂദന്മാരുമായി സംസാരിക്കുമ്പോൾ അവിടെ താൻ പറയുന്നു, താൻ സ്വയമായി വന്നവനല്ല, തന്നെ അയച്ചവനുണ്ട്, താൻ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനാണ്, തന്നെ അയച്ചവനാണ് ദൈവമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ അധ്യാപനങ്ങളിൽ യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ദൈവമെന്ന് വളരെ കൃത്യമായുണ്ട്. ഇവിടെ ട്രിനിറ്റിയും വണ്ണസും ഫെയിലാകുകയാണ്. ട്രിനിറ്റിയും വണ്ണസും ഫെയിലാകുകയാണ്. അതുപോലെ തന്നെ സഭാചരിത്രം, ഏത് പുസ്തകത്തെ കുറിച്ചാണ് പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടം ഈ സഭാചരിത്രം എന്ന് പറയുന്നത്? സഭയുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ അപ്പോസ്തലന്മാരാലാണ്, യേശുവിന്റെ ശിഷ്യന്മാരാലാണ്. ആ യേശുവിന്റെ 12 ശിഷ്യന്മാരും പഠിപ്പിച്ചത്
നിങ്ങൾ പറയുന്ന ത്രിയേക ദൈവത്തെ കുറിച്ചല്ല, ഏകനായ ദൈവത്തെ കുറിച്ചാണ് പഠിപ്പിച്ചത്. യഹോവയായ ദൈവം, ആ ദൈവത്തെ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നതെന്ന് അറിയാമോ? അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമെന്നാണ് യേശുവിന്റെ ശിഷ്യന്മാർ 1-ാം നൂറ്റാണ്ടിലെ സഭ ദൈവത്തെ അഡ്രസ് ചെയ്തത്. ഈ അഡ്രസ് പുറകോട്ട് തപ്പിപ്പോയാൽ പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടം താങ്കൾക്ക് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ മോശയ്ക്കുള്ളതായ വെളിപ്പാട്, മുൾപ്പടർപ്പിൽ യഹോവയുടെ ദൂതൻ മോശയ്ക്ക് വെളിപ്പെട്ടു. അവിടെ യഹോവയായ ദൈവത്തിന്റെ അഡ്രസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയാകുന്നു. ഈ ദൈവത്തിനൊരു അഡ്രസ് ഉണ്ട്. അതേ അഡ്രസ് തന്നെയാണ് അപ്പോസ്തലന്മാർ പ്രഘോഷിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 13-ാം വാക്യത്തിൽ കാണുവാൻ കഴിയും. അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം, അത് യേശുക്രിസ്തുവാണെന്നല്ല പറഞ്ഞത്, മറിച്ച് ആ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി ഇസ്രായേൽ മക്കളുടെ പിതാക്കന്മാരുടെ ദൈവം, അപ്പോസ്തലന്മാരുടെ ദൈവം, 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ദൈവം, ആ ദൈവത്തിന്റെ ദാസനാണ് യേശു എന്നാണ് അപ്പോസ്തലന്മാർ പ്രഘോഷിച്ചത്. ഇത് സഭാചരിത്രത്തിൽ ഇല്ലേ? അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകമാണ് സഭയുടെ ചരിത്രം. അല്ലാതെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഉണ്ടാക്കിയ പുസ്തകങ്ങളല്ല സഭയുടെ ചരിത്രം. സഭയുടെ ചരിത്രം തുടങ്ങുന്നത് 1-ാം നൂറ്റാണ്ടിലാണ്. യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതാണ്, അവർ പറഞ്ഞതാണ്, അവർ രേഖപ്പെടുത്തിയതാണ് സഭയുടെ ചരിത്രം. ആ സഭയുടെ ചരിത്രത്തിൽ പരിശോധിച്ചു നോക്കൂ. നിങ്ങൾ പറയുന്ന ത്രിയേക ദൈവം എന്ന് പറഞ്ഞൊരു ദൈവത്തെ കുറിച്ച് പരാമർശം ബൈബിളിലില്ല. സഭയുടെ 1-ാം നൂറ്റാണ്ടിലെ ചരിത്രത്തിലില്ല. 1-ാം നൂറ്റാണ്ടിലെ ചരിത്രത്തിൽ കാണുന്ന ദൈവം, അത് ദൈവമോ ഒരുത്തൻ മാത്രമെന്ന് പൗലോസ്ലീഹ പോലും പറഞ്ഞു. ദൈവമോ ഒരുത്തൻ മാത്രം. ദൈവം മൂവരാണെന്നല്ല പറഞ്ഞത്, ദൈവമോ ഒരുത്തൻ മാത്രമെന്നാണ് പറഞ്ഞത്. അപ്പോസ്തലനായ പൗലോസിന്റെ ദൈവത്തിന്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്ന് അപ്പോസ്തലനായ പൗലോസ് സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. റോമാലേഖനം 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുക. റോമാലേഖനം 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുക. തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം സാക്ഷി. അപ്പോസ്തലനായ പൗലോസിന്റെ ദൈവം ആരാണ്? ആ ദൈവത്തിന്റെ പുത്രനാണ് യേശു ക്രിസ്തു. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ സഭ പ്രഘോഷിച്ച ദൈവം ഒരേയൊരുവനാണ്. ആ ദൈവം അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി ഇസ്രായേൽ മക്കളുടെ പിതാക്കന്മാരുടെ ദൈവമാണ്. ഈ അഡ്രസ് യേശു ക്രിസ്തു ഉദ്ധരിച്ചിരിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യത്തിൽ കാണാൻ കഴിയും. മുൾപ്പടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷനായ ദൈവത്തെ കുറിച്ച് യേശുവോട് പരാമർശിക്കുന്നത്, ആ ദൈവം മോശയോട് പറഞ്ഞത് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണെന്നാണ്. അത് യേശു അവിടെ ഉദ്ധരിക്കുന്നുണ്ട്. മർക്കോസ് 12:26 കാണുക. ആവർത്തനം 6-4 വാക്യം യേശു ക്രിസ്തു ഉദ്ധരിച്ചിട്ടുണ്ട്. മർക്കോസ് 12:28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ ആ കമ്മ്യൂണിക്കേഷൻ കാണുവാൻ കഴിയുന്നുണ്ട്. സഭയുടെ ചരിത്രത്തിൽ ഞാൻ പറയുന്നതുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രത്തിൽ ഞാൻ പറയുന്നതുണ്ട്. ആകാശവും ഭൂമിയും സമുദ്രവും അവയുള്ള സകലത്തെയും സൃഷ്ടിച്ചവൻ യേശു ക്രിസ്തുവാണെന്നോ അല്ലെങ്കിൽ സകലത്തെയും സൃഷ്ടിച്ചവൻ യേശു ക്രിസ്തുവായി വന്നതാണെന്നോ വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. മറിച്ച് യേശു ആ സൃഷ്ടാവിന്റെ
ദാസനാണ്, അഭിഷേകം ചെയ്ത വിശുദ്ധ പരിശുദ്ധ ദാസനാണെന്ന് 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രം പറയുന്നു. 1-ാം നൂറ്റാണ്ടിലെ സഭ പറയുന്നു, അപ്പോസ്തലന്മാർ പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ. അപ്പോൾ ഞങ്ങൾ പ്രഘോഷിക്കുന്ന ഒരേ ഒരു സത്യദൈവം യേശുക്രിസ്തുവിന്റെയും ദൈവമായ പിതാവാണെന്ന് വിശുദ്ധ വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുമ്പോൾ, 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ചരിത്രം, അപ്പോസ്തല പ്രവൃത്തികൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, അതാണോ നൂതന ആശയം പാസ്റ്റർ അൽക്കൊടുത്തോട്ടം? അങ്ങ് എന്ത് ആധാരത്തിലാണ് എന്നെ കുറിച്ച് ഞാൻ നൂതന ആശയം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞത്? നിങ്ങൾ വിശ്വസിക്കുന്നത് ബൈബിളിലില്ല. നിങ്ങൾ വിശ്വസിക്കുന്നത്, നിങ്ങൾ ഉപദേശിക്കുന്നത് നൂതന ആശയമാണ്. 2-ാം നൂറ്റാണ്ടിലും 3-ാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലുമായി തർക്കങ്ങളുടെയും വാദങ്ങളുടെയും തിരിച്ചും മറിച്ചുമുള്ളതായ 1-2 നൂറ്റാണ്ടുകൾ നീണ്ട തർക്കങ്ങളുടെയും വാദങ്ങളുടെയും ശേഷം അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരാശയമാണ് ട്രിനിറ്റി എന്ന് പറയുന്നത്. ആ ട്രിനിറ്റി എന്നാൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറുപടി പറയാൻ പോലും നിൽക്കുന്നില്ല പാസ്റ്റർ അൽക്കൊടുത്തോട്ടം. ഇത് ഞാൻ പല പ്രാവശ്യം കണ്ടാണ്, ഞാൻ ആവുന്നത് പ്രൊവോക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പാസ്റ്റർ അൽക്കൊടുത്തോട്ടം അങ്ങനെ ഇങ്ങനെയുള്ള കുറെ വാദങ്ങൾ നടത്തും. ഇവിടെ ഒരു എബ്രായ ലേഖനവും ഞങ്ങൾക്ക് തള്ളണ്ട, നിങ്ങൾ എബ്രായ ലേഖനം വെച്ച് ട്രിനിറ്റി തെളിയിച്ച് കാണിക്ക്, വി ആർ റെഡി ടു അക്സെപ്റ്റ് ഇറ്റ്. കഴിയുമോ പാസ്റ്റർ അൽക്കൊടുത്തോട്ടത്തിന്? ഞങ്ങൾക്ക് ബൈബിളിലെ ഒരു പുസ്തകവും തള്ളണ്ട. കഴിയുമോ പാസ്റ്റർ അൽക്കൊടുത്തോട്ടത്തിന് ട്രിനിറ്റി തെളിയിക്കാൻ? പാസ്റ്റർ അൽക്കൊടുത്തോട്ടത്തിന് ട്രിനിറ്റി തെളിയിക്കാൻ കഴിയില്ല. കഴിയുമെന്നുണ്ടെങ്കിൽ എനിക്കിതാ ഈ പാസ്റ്റർ അൽക്കൊടുത്തോട്ടം നമുക്ക് സൂമില് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാമെന്ന് പറയും. ഇവിടെ സൂം ഒന്നും വേണ്ട പാസ്റ്ററെ. നിങ്ങളുടെ വീഡിയോ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്തു അങ്ങനാക്കി ഇങ്ങനാക്കി എന്നൊന്നും വേണ്ട. എഴുതി അങ്ങ് കാണിക്കുക, എന്താണ് ട്രിനിറ്റി എന്ന് എഴുതി കാണിക്കുക. അത് ബൈബിളിൽ ഉണ്ടെങ്കിൽ അതിനുള്ള വാക്യങ്ങൾ സഹിതം അത് പ്രൂവ് ചെയ്യുക. ഊഹാപോഹങ്ങളും വ്യാഖ്യാനങ്ങളുമല്ല. കഴിഞ്ഞ ദിവസം പാസ്റ്റർ അൽക്കൊടുത്തോട്ടവുമായിട്ടുള്ള എൻ്റെ സംഭാഷണത്തിൽ, അതായത് പിന്നെ ഒരു പോസ്റ്റിലെ ഡിസ്കഷനകത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിനു മുമ്പ് പാസ്റ്റർ അൽക്കൊടുത്തോട്ടം പറയുന്ന ഒരു പ്രത്യേക ഡയലോഗ് ഉണ്ട്, ഞാൻ അതുകൂടി ഒന്ന് കേൾപ്പിക്കാം. സൃഷ്ടാവായ ദൈവമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന ത്രിയേക സത്യം അദ്ദേഹം നിഷേധിച്ചുകൊണ്ടാണ് വരുന്നത്. അദ്ദേഹം വണ്ണസ് ആണോ? അതുമല്ല. കാരണം ബിനുവാവ് ഉൾപ്പെടെയുള്ള, അതല്ലെങ്കിൽ KP ജോസഫ് ഉൾപ്പെടെയുള്ള പരമ്പരയും വേറിട്ട് പറയുന്നതായിട്ട് ഭാഗമുണ്ട്. അതിൽ 179 വേണ്ട, 10 എടുത്തുകൊണ്ട് ഈസ വന്നാൽ സെബാസ്റ്റ്യൻ ഇവിടെ കാണേണ്ട കാര്യം വണ്ണസുമല്ല ട്രിനിറ്റി അല്ലാത്ത ഒരുത്തൻ മുസ്ലിമിനോട് സംസാരിക്കാൻ പോവാ. അവതരിപ്പിച്ച് കണ്ണനം പറഞ്ഞ് സ്വന്തം ഭാര്യ, പുള്ളിക്കാരന്റെ സ്വന്തം ഭാര്യ അവതരിപ്പിച്ച് കണ്ണനം പറഞ്ഞ് ചോദ്യം ചോദിച്ച് ചോദ്യത്തിനിടയ്ക്ക് കയറാതെ അങ്ങനെ ചിറ്റോടെ നടത്തുന്ന ഏത് സംവാദമാണ് സെബാസ്റ്റ്യൻ നടത്തിയത്? സെബാസ്റ്റ്യൻ ഫാൻ പോട്ടെ. അപ്പോൾ പാസ്റ്റർ അൽക്കൊടുത്തോട്ടം പറയുന്ന ആശയങ്ങൾ ബൈബിളിൽ നിന്ന് സ്ഥാപിക്കുവാൻ കഴിയാതിരിക്കെ, ഞാൻ പറയുന്ന ആശയങ്ങൾ ബൈബിളിൽ കാണിക്കുവാൻ എനിക്ക് കഴിയും എന്നിരിക്കെ, ആര് പറയുന്നതാണ് നൂതന ഉപദേശം? ആര് പറയുന്നതാണ് നൂതന ആശയം? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതാണോ നൂതന ആശയം? യേശുവിന്റെ ശിഷ്യന്മാരായ അപ്പോസ്തലന്മാർ പറഞ്ഞതാണോ നൂതന ആശയം? അത് അതേപോലെ പറയുന്ന ഞാൻ പറയുന്നതാണോ നൂതന ആശയം? 3-ാം നൂറ്റാണ്ടോടുകൂടി ജനങ്ങളെ അടിച്ചേൽപ്പിച്ച ആശയം 19-ാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത പെന്തക്കോസ്തുകാരും താങ്ങിക്കൊണ്ട് നടക്കുന്നതല്ലേ നൂതനാശയം? 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതാണോ നൂതനാശയം? അതോ 3-ാം നൂറ്റാണ്ടിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ആശയമാണോ നൂതനാശയം? പറയുന്നതിനൊരു ലോജിക്ക് വേണ്ടേ പാസ്റ്റർ? എന്ത് നൂതനാശയമാണ് ഞാൻ പറയുന്നത്? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ അതുപോലെ പറയുന്നതാണോ നൂതനാശയം? യേശുക്രിസ്തുവാണ് പറഞ്ഞത്,
യേശുക്രിസ്തുവിനെ അയച്ചവനായ പിതാവിനെ കുറിച്ചാണ് യേശുക്രിസ്തു പറയുന്നത്. ദിസ് ഈസ് ലൈഫ് ഇറ്റേണൽ ദാറ്റ് ദേ മൈറ്റ് നോ thee the only true God and Jesus Christ whom thou hast sent. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതു തന്നെ നിത്യജീവൻ. The only true God is the one who sent Jesus Christ. Jesus Christ is the one who is sent by the Lord Jesus, by the only true God. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത്. ഇതാണ് നൂതനാശയം. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു മഗ്ദലക്കാരത്തി മറിയോട് പറയുന്നു, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല. നീ ചെന്ന് എന്റെ സഹോദരന്മാരോട് പറയുക, ഞാൻ നിങ്ങളുടെ പിതാവും എന്റെ പിതാവും നിങ്ങളുടെ ദൈവവും എന്റെ ദൈവവുമായവന്റെ അടുക്കലേക്ക് കയറിപ്പോകുന്നു. യേശുക്രിസ്തുവിന്റെയും ദൈവമായ പിതാവാണ് ഒരേ ഒരു സത്യദൈവമെന്ന്, യേശുക്രിസ്തുവിന്റെ അനുയായികളുടെ ദൈവമെന്ന് യേശുക്രിസ്തു പഠിപ്പിച്ചത് അതേപോലെ പ്രഘോഷിക്കുന്നതാണോ നൂതനാശയം? നിങ്ങൾ പറയുന്ന ആശയത്തെ ബൈബിളിൽ കാണിക്കുവാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് കഴിയാതെ ഇരിക്കെ, നിങ്ങളുടെ ആശയം ബൈബിളിൽ കാണിച്ച് നിങ്ങളുടെ ഭാഗം തെളിയിക്കെ, ഞങ്ങൾ നിങ്ങളുടെ ആശയം പിന്തുടരാൻ തയ്യാറാണല്ലോ. അതിന് കഴിയാതിരിക്കെ നിങ്ങളുടെ ആശയത്തെ ചോദ്യം ചെയ്യുന്നവരെ എങ്ങനെയെങ്കിലുമൊക്കെ പരിഹസിച്ചും ഒഴിവാക്കിയും രക്ഷപ്പെടണം എന്നതാണോ? ട്രിനിറ്റി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, അത് നിങ്ങൾ ബൈബിളിൽ കാണിക്കുക. ഞാൻ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് വന്നത്. പെന്തക്കോസ്തുകാരോടുള്ള എൻ്റെ പരമപ്രധാനവും പ്രമുഖവുമായ വിയോജിപ്പ് ട്രിനിറ്റി എന്ന വിഷയമാണ്. ട്രിനിറ്റിക്കാരെന്ന് പറയുന്ന പെന്തക്കോസ്തുകാർ പറയുന്നത് മൊത്തം യേശുനാമക്കാരുടെ ഉപദേശമാണ്. ഇക്കാര്യത്തിനൊരു തീരുമാനമാകാതെ തുടർന്നു പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ചോദ്യം ചെയ്യാതെ നിവർത്തിയില്ലല്ലോ. അത് ചോദ്യം ചെയ്യാൻ എഴുന്നേറ്റ് എന്നോട് എന്റെ ഉപദേശം പറയാൻ പറയുന്നത് എന്താണ്? ഞാൻ ബൈബിളിലുള്ളത് ചൂണ്ടിക്കാണിച്ചല്ലോ. നിങ്ങൾ പറയുന്നത് ബൈബിളിൽ കാണിക്ക്. നിങ്ങളുടെ ഉപദേശം നിങ്ങൾ ബൈബിളിൽ നിന്ന് തെളിയിക്ക്. അതല്ലേ വേണ്ടത്? അതല്ലെങ്കിൽ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുക, നിങ്ങളുടെ ഉപദേശം ബൈബിളിന് വിപരീതമാണ്, ബൈബിളിൽ ഇല്ലാത്തതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഉപദേശം തെളിയിക്കാൻ കഴിയയില്ല എന്ന് സമ്മതിക്ക്. ഞങ്ങൾ പറയുന്ന അതുപോലെ ബൈബിളിൽ നിന്ന് കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയും. ഞങ്ങളത് ചെയ്യുന്നുണ്ട്. എണ്ണി എണ്ണി കൃത്യമായ വാക്യങ്ങൾ തന്നുകൊണ്ട് ഞങ്ങൾ പറയുന്ന ആശയം ബൈബിളിൽ കാണിക്കുന്നു. സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവം അഭിഷേകം ചെയ്ത ദാസനാണ് യേശുവെന്ന് അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്ക്. നൂതന ആശയമാണോ ഇത്? അതോ 1-ാം നൂറ്റാണ്ടിലെ സഭയും അപ്പോസ്തലന്മാരും പറഞ്ഞതായ സത്യമാണോ? അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ, സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവം അഭിഷേകം ചെയ്ത ദാസനാണ് യേശു എന്ന് എഴുതിയിട്ടില്ലേ അവിടെ? ഇത് നൂതനാശയമാണോ? അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തിയെന്ന് 1-ാം നൂറ്റാണ്ടിലെ സഭയും അപ്പോസ്തലന്മാരും പറഞ്ഞ പത്രോസും യോഹന്നാനും ഉൾപ്പെടെയുള്ള അപ്പോസ്തലന്മാരുണ്ട് അവിടെ. അപ്പോസ്തല പ്രവൃത്തി 3:13. ഇത് സഭയുടെ ചരിത്രമല്ലേ? ഞങ്ങൾ പറയുന്നത് സഭയുടെ ചരിത്രമല്ലെന്ന്. പാസ്റ്റർ അൽക്കൊടുത്തോട്ടം ചില ഡയലോഗ്സ് പറഞ്ഞായിരുന്നു. ഞാൻ പാസ്റ്റർ അൽക്കൊടുത്തോട്ടം ഇവിടെ നമ്മുടെ ഐസക് ബ്രദറിന്റെ ഒരു പോസ്റ്റിലാണ് വന്ന് ചില ഡയലോഗ്സ് വിട്ടപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു. പാസ്റ്റർ ബ്രദർ ഐസക് എബനേസറിന്റെ പോസ്റ്റിലാണ് പാസ്റ്റർ അൽക്കൊടുത്തോട്ടം വന്നിട്ട് പറഞ്ഞത്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ആദരണീയനായ പാസ്റ്റർ അൽക്കൊടുത്തോട്ടം, വളരെ കാലമായില്ലേ ഇങ്ങനെ തർക്കങ്ങൾ തുടരുന്നത്? തൃത്വ വിഷയത്തിൽ നമുക്കൊരു തീരുമാനമാക്കണ്ടേ? തർക്കമന്യേ ബൈബിൾ സുവ്യക്തമായി പറയുന്നത് ഏത് ഉപദേശമാണെന്ന് നമുക്കൊന്ന് പരിശോധന നടത്തി ഉറപ്പിക്കണ്ടേ? അതല്ലാതെ ഇങ്ങനെ പരസ്പരം പ്രത്യാരോപണങ്ങൾ നടത്തിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? ഇതാണ് എനിക്ക് പാസ്റ്റർ അൽക്കൊടുത്തോട്ടത്തിലുണ്ടായിരുന്ന ചോദ്യം. ഒന്നുകൂടെ വായിക്കണമെങ്കിൽ വായിക്കാം. ആദരണീയ പാസ്റ്റർ അൽക്കൊടുത്തോട്ടം, വളരെ കാലമായില്ലേ ഇങ്ങനെ തർക്കങ്ങൾ തുടരുന്നത്? തൃത്വ വിഷയത്തിൽ നമുക്കൊരു തീരുമാനമാക്കണ്ടേ?
തർക്കമന്യേ ബൈബിൾ സുവ്യക്തമായി പറയുന്നത് ഏത് ഉപദേശമാണെന്ന് നമുക്കൊന്ന് പരിശോധന നടത്തി ഉറപ്പിക്കണ്ടേ? അതല്ലാതെ ഇങ്ങനെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടോ? പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടം വാസ്തവമായി അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ വിശുദ്ധ വേദപുസ്തകം സുവ്യക്തമായി തർക്കമന്യേ പറയുന്ന ഉപദേശം ഏതാണെന്ന് പരിശോധന നടത്തി അതിനെ പിന്തുടരുവാനുള്ള ഒരാഗ്രഹം അങ്ങയ്ക്കുണ്ടോ? അങ്ങയുടെ നിലപാടുകൾ കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നിയില്ല, അങ്ങയ്ക്ക് അങ്ങനെ ആഗ്രഹമുണ്ടെന്ന് തോന്നിയില്ല. അങ്ങയുടെ മറുപടി ഇതാണ്: ഇല്ല, നിങ്ങളുടെ പഠിപ്പിക്കൽ ബിബ്ലിക്കലായി തോന്നുന്നില്ല, ബോധ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ സ്വീകരിക്കും. പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടം അങ്ങ് ഉപയോഗിക്കുന്ന ബൈബിൾ പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടത്തിന്റെ കമന്റ് ആണ്, നിങ്ങളുടെ പഠിപ്പിക്കൽ ബിബ്ലിക്കലായി തോന്നുന്നില്ല. പിന്നെങ്ങനെ രാമായണത്തിൽ നിന്നും ഭാഗവതത്തിൽ നിന്നുമാണോ ഞങ്ങൾ ഈ പറഞ്ഞത്? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം രാമായണത്തിലോ ഭാഗവതത്തിലോ ഖുറാനിലോ ഉള്ളതാണോ? അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ അതിന്റെ 4-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഭാഗവതത്തിൽ നിന്നോ രാമായണത്തിൽ നിന്നോ ഖുറാനിൽ നിന്നോ ആണോ ഉദ്ധരിക്കുന്നത്? അത് അതേപോലെ അങ്ങയുടെ ബൈബിളിലില്ലേ? പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടം പറയുന്നത് നിങ്ങളുടെ പഠിപ്പിക്കൽ ബിബ്ലിക്കലായി തോന്നുന്നില്ലെന്ന്. ഇനി അങ്ങയ്ക്ക് അങ്ങനെ തോന്നാൻ, ബിബ്ലിക്കലായി തോന്നാൻ വേണ്ടി ഞാൻ എന്നാ ചെയ്യേണ്ടത്? ബൈബിളിലുള്ളത് ചൂണ്ടിക്കാണിക്കുക അല്ലാതെ വേറെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ബൈബിളിലുള്ളത് ബിബ്ലിക്കലായി അങ്ങയ്ക്ക് തോന്നുന്നില്ലെങ്കിൽ അതെന്തോ രോഗമല്ലേ? ബോധ്യപ്പെട്ടാൽ അപ്പോൾ തന്നെ സ്വീകരിക്കുമെന്ന്. ഇങ്ങനെ ബോധ്യപ്പെടുന്നത് എങ്ങനെയാണ്? ബൈബിളിലുള്ള വാക്യം അതേപോലെ ഞാൻ പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് അത് ബിബ്ലിക്കലായി തോന്നുന്നില്ല, പിന്നെ എങ്ങനെ ബോധ്യപ്പെടാനാ? അപ്പോസ്തല പ്രവൃത്തി 4:24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ അവിടെ എഴുതിയിട്ടുണ്ട് സകലത്തിന്റെ സൃഷ്ടാവ് ആരാണെന്ന്. ആ സൃഷ്ടാവ് അഭിഷേകം ചെയ്ത പരിശുദ്ധ ദാസനാണ് യേശു എന്നാണ് 1-ാം നൂറ്റാണ്ടിലെ സഭയും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 3:13 അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. പഴയ നിയമത്തിൽ കാണുന്ന ദൈവം അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ആ ദൈവത്തിന്റെ ദാസനാണ് യേശു എന്നാണ് 1-ാം നൂറ്റാണ്ടിലെ സഭയും അപ്പോസ്തലന്മാരും പഠിപ്പിച്ചത്. ഇതാണോ നൂതന ആശയം? ഇത് ബിബ്ലിക്കൽ അല്ലേ? പഴയ നിയമത്തിൽ എവിടെയാണ് നിങ്ങൾ പറയുന്ന യേശു ഉൾപ്പെടെയുള്ള ഒരു ദൈവമുള്ളത്? സകലത്തിന്റെയും സൃഷ്ടാവായ ഈ മനോഹര പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഒരേ ഒരു ദൈവം, ആ ദൈവത്തിന്റെ ജഡാവതാരം യേശു ക്രിസ്തുവിന്റെ തിരുപ്പിറവി എന്ന് അങ്ങല്ലേ പറഞ്ഞത്? സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവം അഭിഷേകം ചെയ്ത ദാസനാണ് യേശു എന്നാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്. ഞാൻ പറഞ്ഞതാണോ അങ്ങ് പറയുന്നതാണോ നൂതന ഉപദേശം? ഞാൻ പറഞ്ഞതാണോ അതോ അങ്ങ് പറയുന്നതാണോ ബിബ്ലിക്കൽ? എന്തുകൊണ്ടാണ് ബൈബിളിലുള്ളത് അങ്ങക്ക് ബോധ്യപ്പെടാത്തത്, ഇത്ര വ്യക്തമായിട്ടുള്ളത്? അടുത്തത് ഞാൻ അദ്ദേഹത്തിന് കൊടുത്ത മറുപടി, ഞങ്ങളുടെ പഠിപ്പിക്കൽ എന്ന ഒരു പഠിപ്പിക്കൽ ഇല്ല. ഞങ്ങൾ പറയുന്നത് ബൈബിളിൽ ഉണ്ടെന്ന് തർക്കമന്യേ കാണിക്കാൻ ഞങ്ങൾക്ക് കഴിയും. അങ്ങേക്ക് ബൈബിളിൽ സുവ്യക്തമായി തർക്കമന്യേ ഉള്ളത് സ്വീകാര്യമല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത്. ഇനി നിങ്ങളുടെ പഠിപ്പിക്കൽ, അതായത് പാസ്റ്റർ അനിൽക്കൊടുത്തോട്ടം ഉൾപ്പെടെയുള്ളവരുടെ പഠിപ്പിക്കൽ തർക്കമന്യേ ബൈബിളിൽ നിന്നും ചൂണ്ടിക്കാണിക്കുവാൻ അങ്ങ് തയ്യാറാണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അങ്ങേക്ക് അതിന് കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇരു കൂട്ടരുടെയും വ്യാഖ്യാനം ഒഴിവാക്കി സുവ്യക്തമായി ബൈബിളിലുള്ളത് സംസാരിക്കാൻ അങ്ങ് തയ്യാറാണോ? ഇതിനൊന്നും മറുപടി പറയാൻ ഭാഷ തയ്യാറല്ല. ഞാൻ പല ആവർത്തി അവിടെ പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം ഇതാണ്. ഏതാണ്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവമാണ് ഒരേ ഒരു സത്യ ദൈവമെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. അങ്ങക്ക് എന്തുകൊണ്ട് ഇത് സ്വീകരിക്കാൻ മനസ്സില്ല? എന്തുകൊണ്ട് ഇത് സ്വീകരിക്കാൻ അങ്ങ് തയ്യാറല്ല? അങ്ങ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ടോ? My question to Pastor Anil Koduthotam, do you believe in the Lord Jesus Christ? Do you accept him
Do you follow what he has taught? കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത് വിശ്വസിക്കാത്ത ഒരുവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഘോരഘോരം പ്രസംഗിച്ചിട്ട് എന്ത് ഫലം? ആരാണ് ക്രിസ്ത്യാനി? യേശു ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവനാണ് ക്രിസ്ത്യാനി. യേശു ക്രിസ്തു പറഞ്ഞതിന് വിപരീതമായി പഠിപ്പിക്കുന്നവൻ എങ്ങനെ ക്രിസ്ത്യാനിയാകും? അപ്പോൾ ഇവിടെ പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. തൃത്വം എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ അങ്ങ് വല്ലാതെ പാനിക്കാവുന്നുണ്ട്. വല്ലാത്ത ഫ്രസ്ട്രേഷനാണ് അങ്ങക്ക്. എങ്ങനെ അവിടെ നിന്ന് ഓടിപ്പോകാനുള്ള വഴി അന്വേഷിക്കുകയാണ് അങ്ങ് ചെയ്യുന്നത്. അങ്ങ് എത്ര വലിയ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിൽ കണ്ണിൽ പൊടിയിടാൻ ശ്രമിച്ചാലും ട്രിനിറ്റി എന്നാൽ എന്തെന്ന് അങ്ങക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല, ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നില്ല. അതല്ല അങ്ങക്ക് കഴിയുമെങ്കിൽ അതൊന്ന് എഴുതി കാണിക്കുക. ഈ ലൈവിലൊക്കെ ഇരുന്നുകൊണ്ട് ദീർഘമായിട്ട് വെറുതെ ആൾക്കാരെ കളിയാക്കി പരിഹസിച്ച് തമാശകൾ പറഞ്ഞ് ആൾക്കാരെ രസിപ്പിക്കും. ഇതൊക്കെ ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങൾ. എനിക്ക് പറ്റത്തില്ല. എനിക്ക് തമാശകൾ പറയാനും ചിരിപ്പിക്കാനും ഒന്നുള്ള കഴിവില്ല. എനിക്കിങ്ങനെ സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറയാനുള്ള കഴിവേ ഉള്ളൂ. അല്ലാതെ എനിക്ക് തമാശ പറഞ്ഞ ആൾക്കാരെ രസിപ്പിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് ഞാൻ സമയം വേസ്റ്റ് ചെയ്യാറില്ല. പറയാനുള്ളത് സ്ട്രെയിറ്റ് അവേ പറയും. അപ്പോൾ ബിബ്ലിക്കലായിട്ട് എന്താണ് ഇനി അങ്ങക്ക് ബോധ്യം വരേണ്ടത്? യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഒരേ ഒരു സത്യദൈവമെന്ന് യേശുക്രിസ്തു പറഞ്ഞത് വിശ്വസിക്കുവാൻ അങ്ങ് തയ്യാറല്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കാത്തവനും യേശുക്രിസ്തു പറഞ്ഞത് കൈക്കൊള്ളാത്തവനും എങ്ങനെ ക്രിസ്ത്യാനിയാകും? മത്തായി, ചാക്കോ, തോമ എന്ന് പേരിട്ടതുകൊണ്ട് ആരെങ്കിലും ക്രിസ്ത്യാനിയാകുമോ? ക്രിസ്ത്യാനി എന്നാൽ എന്ത് എന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. യേശുവിന്റെ ശിഷ്യന്മാരെയാണ് അന്ത്യോക്യയിൽ വെച്ച് ക്രിസ്ത്യാനി എന്ന് വിളിച്ചത്. അപ്പോൾ ക്രിസ്ത്യാനി എന്നാൽ എന്ത് എന്ന് വിശുദ്ധ വേദപുസ്തകം ഡിഫൈൻ ചെയ്യുന്നത് യേശുക്രിസ്തുവിന്റെ അനുയായിയാണ് ക്രിസ്ത്യാനി. യേശുക്രിസ്തു പറഞ്ഞത് കൈക്കൊള്ളാതെ അതിന് വിപരീതമായി പഠിപ്പിക്കുന്നവന് എങ്ങനെ ക്രിസ്ത്യാനിയാകും? നൂതന ഉപദേശം പറയുന്നത് ആരാണ്? യേശുക്രിസ്തു അപ്പോസ്തലന്മാരും പഠിപ്പിച്ചത് പറയുന്നവനാണോ ക്രിസ്ത്യാനി? യേശുക്രിസ്തു അപ്പോസ്തലന്മാരും പഠിപ്പിച്ചത് വിപരീതമായത് പറയുന്നവനാണോ ക്രിസ്ത്യാനി? നൂതന ഉപദേശം യേശുക്രിസ്തു പഠിപ്പിച്ചതാണോ അതോ അതിനുശേഷം വന്നവർ പറയുന്നതാണോ? അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 28-ാം അധ്യായമാണെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാം അധ്യായം അതിന്റെ 28 മുതലായ വാക്യഭാഗങ്ങളിൽ യേശുവിന്റെ ശിഷ്യന്മാർ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷനാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവീൻ. ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്ന് ഞാൻ അറിയുന്നു. ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളവാനായി വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കും. ഈ പറഞ്ഞിരിക്കുന്നത് അതേപോലെ സംഭവിച്ചു. അതാണ് നമ്മൾ കാണുന്നത്. 3-ാം നൂറ്റാണ്ടോടുകൂടി ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തതായ കാര്യം. അതാണ് നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നത്. അപ്പോസ്തലന്മാരുടെ കാലശേഷം സഭയിൽ കടന്നതായ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന ചെന്നായ്ക്കളുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ അവരാണ് നൂതന ഉപദേശക്കാർ. അതാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇവിടെ നടന്നത്.
അത് തിരിച്ചറിയുക. ഞാൻ പറയുന്നത് ബൈബിളിൽ നിന്ന് കാണിക്കാൻ, അതേപോലെ കാണിക്കാൻ എനിക്ക് കഴിയുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് അതേപോലെ കാണിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അപ്പോൾ നമ്മൾ ഒരാളുടെ പേരിൽ ഒരു കാര്യം ആരോപിക്കുമ്പോൾ അത് തെളിയിച്ച ശേഷം വേണം. അപ്പോൾ നൂതന ഉപദേശം കുരുവിളയല്ല പറയുന്നത്, തൃത്വക്കാരും വണ്ണസ്സുകാരുമാണ്. കാത്തോലിക്ക മുതൽ ഓർത്തഡോക്സുകാരുൾപ്പെടെ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളെല്ലാം പറയുന്നത് നൂതന ഉപദേശമാണ്. ട്രിനിറ്റി നൂതന ഉപദേശമാണ്. വണ്ണസ് അതിനേക്കാൾ ഏറ്റവും നൂതനമായ ഉപദേശമാണ്. യേശുക്രിസ്തുവിന്റെയും ദൈവമായ പിതാവാണ് ഒരേ ഒരു സത്യദൈവം എന്നതാണ് 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ഉപദേശം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ഉപദേശം, യേശുക്രിസ്തുവിനെ അയച്ചവനാണ് ഒരേ ഒരു സത്യദൈവം. യേശുക്രിസ്തുവിന്റെ 3.5 വർഷത്തെ അധ്യാപനങ്ങളിൽ എവിടെയെങ്കിലും യേശുക്രിസ്തു തന്റെ പിതാവിനെ കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ചെങ്കിലും ദൈവമെന്ന് തന്റെ അനുയായികൾക്ക് പരിചയപ്പെടുത്തിയതായി ഒന്ന് കാണിക്കാൻ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. ഐ ചലഞ്ച് യു. യേശുക്രിസ്തുവിനെ അയച്ച പിതാവിനെ കുറിച്ചല്ലാതെ മറ്റാരെ കുറിച്ചെങ്കിലും തന്റെ അനുയായികൾക്ക് ദൈവമെന്ന് യേശുക്രിസ്തു പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചതാ. അപ്പം ഞാൻ നിർത്താം എന്റെ ഈ പരിപാടി. യേശുവിന്റെ അപ്പോസ്തലന്മാർ ആരെങ്കിലും യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ കുറിച്ചല്ലാതെ, അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി ഇസ്രായേൽ മക്കളുടെ പിതാക്കന്മാരുടെ ദൈവത്തെ കുറിച്ചല്ലാതെ ദൈവമെന്ന് ക്രൈസ്തവർക്ക് അല്ലെങ്കിൽ യേശുവിന്റെ അനുയായികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതായി കാണിച്ചു തരാമോ? നിങ്ങൾ ബൈബിളിലില്ലാത്ത ഉപദേശം പറയുന്നു, ഞങ്ങൾ ബൈബിളിലുള്ളത് പറയുന്നു. ഇന്ന് പാസ്റ്റർ അൽക്കൊടുത്തോട്ടം പറയുന്നത് കേട്ടു, കുരുവിള കുളഞ്ഞക്കുമ്പിൽ സാമുവേലൊന്നും നമുക്കൊരു ഭീഷണിയല്ലെന്ന്. വലിയ ഒരു സമൂഹമായ യഹൂദന്മാർക്ക് 12 ശിഷ്യന്മാരെയും ചേർത്തുകൊണ്ട് നടന്ന യേശുക്രിസ്തു ഒരു ഭീഷണിയല്ലായിരുന്നു. 12 ശിഷ്യന്മാരുമായി നടന്ന യേശുക്രിസ്തു ഈ വലിയ യഹൂദന്മാർക്കൊരു ഭീഷണിയല്ലായിരുന്നു. അതുകൊണ്ടാണ് അവർ യേശുവിനെ ക്രൂശിൽ തറച്ചു കൊന്നത്. ഒരു കുറ്റവും പറയുവാനില്ലാത്ത യേശുവിനെ ഈ യഹൂദന്മാർ ക്രൂശിൽ തറച്ചു കൊന്നത് യേശു അവർക്കൊരു ഭീഷണിയല്ലാത്തത് കൊണ്ടായിരുന്നു. വെറും 12 ശിഷ്യന്മാരല്ല ഉള്ളോ. പക്ഷെ അതിൽ കൊടുത്തോട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിനൊരു കഴമ്പൊക്കെ വേണം കേട്ടോ, ഒരു ലോജിക്കൊക്കെ വേണം. കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ സാമൂഹ്യ നമുക്കൊരു ഭീഷണിയൊന്നുമല്ല എന്ന്. എന്തിനാണ് ഈ ഡൽഹിയിൽ നിന്ന് എന്നെ ഷാർജയിൽ വിളിച്ച് സംവാദം നടത്തിയത്? ട്രിനിറ്റി ഡിബേറ്റ് പാസ്റ്റർ അൽക്കൊടുത്തോട്ടത്തെ കേരളത്തിൽ നിന്ന് ഷാർജയിൽ വരുത്തി, എന്നെ ഈ ഡൽഹിയിൽ നിന്ന് ഷാർജയിൽ വിളിച്ചു വരുത്തി. പാസ്റ്റർ അൽക്കൊടുത്തോട്ടത്തെ വിളിക്കുന്നതിന് മുമ്പ് IPCയിലെ ചില പ്രമുഖ പാസ്റ്റർമാരെ, ഖണ്ഡകന്മാരെ, ദുരുപദേശ ഖണ്ഡകൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ചിലരൊക്കെ ഉണ്ടായിരുന്നു IPCയുടെ. അദ്ദേഹത്തെയൊക്കെ ഈ ന്യൂമ ഹെർമനൂട്ടിക്സ് അവര് അപ്രോച്ച് ചെയ്തതാണ് എനിക്കെതിരെ സംവാദത്തിന്. എന്നിട്ട് അദ്ദേഹം അതിന് തയ്യാറല്ല എന്ന് പറഞ്ഞു. എന്തിനാണ് ഇങ്ങനെ ഒരു സംവാദം നടത്തിയത്? ട്രിനിറ്റി പ്രൂവ് ചെയ്യാൻ പാസ്റ്റർ അൽക്കൊടുത്തോട്ടത്തിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ട്രിനിറ്റി എന്നാൽ എന്ത് എന്ന് ഒരു സാധാരണ വിശ്വാസിക്ക് മനസ്സിലാകുന്നത് പോലെ ഡിഫൈൻ ചെയ്ത് അത് വിശുദ്ധ വേദപുസ്തകം അനുശാസിക്കുന്നതാണെന്ന് തെളിയിക്കാൻ തക്ക സുവ്യക്തമായ തെളിവുള്ള വാക്യങ്ങൾ, തർക്കമന്യേ സുവ്യക്തമായ തെളിവുള്ള വാക്യങ്ങൾ ആധാരമാക്കി അതൊന്ന് എഴുതി കാണിക്കാമോ പാസ്റ്റർ അൽക്കൊടുത്തോട്ടം? ഈ ലൈവിലൊക്കെ ഇരുന്നുകൊണ്ടും ഈ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കണ്ടല്ലോ. നമുക്കതൊന്ന് വായിച്ച് പരിശോധിച്ച ശേഷം അതിനെ ഒന്ന് പരിശോധിക്കാം. സ്വീകരിക്കാൻ തക്കതാണ്, ബിബ്ലിക്കലാണെങ്കിൽ സ്വീകരിക്കാം.
ഞാൻ തയ്യാറാണ്. ഞാൻ ഷാർജയിലെ സംവാദത്തിന് മുമ്പേ തന്നെ ഇക്കാര്യം എഴുതി പോസ്റ്റ് ചെയ്ത ആളാണ്. ഞാനൊരു ഭീഷണിയൊന്നുമല്ല നിങ്ങൾക്ക്. ഞാൻ എന്ത് ഭീഷണി? ഞാൻ നിങ്ങൾക്കൊരു ഭീഷണിയേ അല്ല. പക്ഷേ നിങ്ങൾ പറയുന്ന ഉപദേശം ബൈബിളിൽ നിന്നും പ്രൂവ് ചെയ്യുവാൻ കഴിയാത്തിടത്തോളം നിങ്ങൾ വേദവിപരീതികളാണ്. അതാണ് സത്യം. ഞാൻ നിങ്ങൾക്ക് ഭീഷണിയല്ല. കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ സാമുവേൽ നിങ്ങൾക്ക് ഭീഷണിയല്ല, ആർക്കും ഭീഷണിയല്ല. പക്ഷേ നിങ്ങൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന, നിങ്ങൾ ഫോളോ ചെയ്യുന്ന, നിങ്ങൾ ഹോൾഡ് ചെയ്യുന്ന ഉപദേശം ബൈബിളിൽ നിന്നും കാണിക്കുവാൻ, ബൈബിളിൽ നിന്നും പ്രൂവ് ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയാത്തിടത്തോളം നിങ്ങൾ വേദവിപരീതികളാണ്. നിങ്ങൾ പഠിപ്പിക്കുന്ന ഉപദേശം യേശുക്രിസ്തു പറഞ്ഞതിന് വിപരീത ഉപദേശമായിരിക്കുന്നിടത്തോളം നിങ്ങൾ എതിർ ക്രിസ്തുക്കളാണ്. ഈ സത്യം മാറ്റാൻ നിങ്ങൾക്ക് ആർക്കും കഴിയത്തില്ലല്ലോ. കുരുവിള ഭീഷണിയാണോ അല്ലയോ എന്നുള്ളതല്ല വിഷയം. നിങ്ങളുടെ ഉപദേശം ബിബ്ലിക്കലാണോ അല്ലയോ? നിങ്ങളുടെ ഉപദേശം ബിബ്ലിക്കലാണെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയാത്തടത്തോളം കുരുവിള ഭീഷണിയല്ല, ഭീഷണിയല്ല എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കുരുവിള നിങ്ങൾക്ക് ഭീഷണിയല്ല. പക്ഷെ നിങ്ങളുടെ ഉപദേശം അത് കുരുവിള ചോദ്യം ചെയ്യുന്നതിന് മറുപടി പറയുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളൊരു വലിയ സമൂഹമായതുകൊണ്ട്, പെന്തക്കോസുകാർ ഇപ്പോൾ ഒരു വലിയ സമൂഹമാണ്, ഇങ്ങനെ വലിയ വലിയ സമൂഹങ്ങളായതുകൊണ്ട് നിങ്ങളെന്തോ ആണെന്നുള്ള രീതിയാണ് ആ സംസാരത്തിൽ നിന്ന് കാണുന്നത്. ഞാനൊരു സംഘടനയൊന്നുമല്ല. ഞാനെങ്ങനെ സംഘടനയാകുന്നത്? ഞാനൊരു വ്യക്തിയാണ്. എന്നെ പോലെ ഇതേ വിശ്വാസം പിൻപറ്റുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ടെന്ന്. ഞങ്ങളൊന്നും രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ അല്ല. ബട്ട് ഞങ്ങളുടെ ഫെയ്ത്ത് അത് ബൈബിൾ സെന്റേഡ് ആണ്, ക്രൈസ്റ്റ് സെന്റേഡ് ആണ്. അതാണ് യഥാർത്ഥ ക്രിസ്തീയ ഉപദേശം എന്ന് പറയുന്നത്. അതാണ് യഥാർത്ഥ ബിബ്ലിക്കൽ ഡോക്ട്രിൻ എന്ന് പറയുന്നത്. ദ ട്രൂ ഗോഡ്, ദ ഓൺലി ട്രൂ ഗോഡ് is the God and Father of the Lord Jesus Christ. Jesus is the anointed holy child of God. That is the teaching of the first century church. ഇതാണ് biblical doctrine. Jesus is Christ, the Son of the living God. That's what the apostles proclaimed in the first century. നിങ്ങളൊക്കെ വളരെ യോഹന്നാന്റെ സുവിശേഷം വായിക്കുകയും അതിൽ നിന്ന് വലിയ വലിയ വാദങ്ങൾ നടത്തുകയും ചെയ്യുന്നവരല്ലേ? അത് എഴുതിയ യോഹന്നാൻ പോലും തന്റെ സുവിശേഷം എഴുതി അവസാനിപ്പിക്കുന്നത് യേശു ആരാണെന്ന് വിശ്വസിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. നിങ്ങളെപ്പോലുള്ളവരോട് ഇങ്ങനെ വന്നിട്ട് വിപരീത ഉപദേശം പറയുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് അറിയാമായിരുന്നത് കൊണ്ട് അത്രയും എഴുതിയ യോഹന്നാനെ കൊണ്ട് അതിന്റെ അവസാനം കൊണ്ടുവന്ന് അതിന്റെ യോഹന്നാൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വ്യക്തമായി രേഖപ്പെടുത്തി. എഴുത്തുകാരനാണ് താൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് രേഖപ്പെടുത്തേണ്ടത്. അത് രേഖപ്പെടുത്തി. യോഹന്നാൻ 20:31 ഇത് എന്തിനു വേണ്ടിയാണ് താൻ എഴുതിയെന്ന് വ്യക്തമാക്കി. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും എന്ന് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് യോഹന്നാൻ 1:1 NRK en ho logos kai ho logos en proston theon kai theos en ho logos in the beginning was the word and the word was with God and the word was God എന്ന് പറഞ്ഞ് നിങ്ങൾ ഉദ്ധരിക്കുന്ന ഈ വാക്യങ്ങളൊക്കെ എഴുതി അത് അവസാനിപ്പിക്കുമ്പോൾ യോഹന്നാൻ ഇതെല്ലാം എഴുതിയത് എന്തിനു വേണ്ടിയാണ്? യേശു ആരാണെന്ന് വിശ്വസിക്കേണ്ടതിനാണ്. ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും അങ്ങനെ വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാക്കേണ്ടതിനും എഴുതിയിരിക്കുന്നു. അപ്പോൾ യോഹന്നാൻ എഴുതിയത് യേശുവിനെ ദൈവത്തിന്റെ പുത്രൻ എന്ന് നമ്മൾ വിശ്വസിക്കേണ്ടതിനാണ്. അപ്പോൾ വിശുദ്ധ വേദപുസ്തകം പ്രഘോഷിക്കുന്ന ദൈവം യേശു ക്രിസ്തുവിന്റെയും ദൈവമായ പിതാവാണ്. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ അടിസ്ഥാനത്തിന്റെ മേലാണ് സഭ പണിയപ്പെടുന്നത്. ക്രിസ്തുവിന്റെ സഭ, ക്രിസ്തു പണിയുന്നത് യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന വിശ്വാസ പ്രഖ്യാപനത്തിന്റെ മേൽ, ആ അടിസ്ഥാനത്തിന്റെ മേലാണ്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ എത്യോപ്യക്കാരനായ, അതിന്റെ 35 മുതലുള്ള വാക്യങ്ങളുണ്ട്, എത്യോപ്യക്കാരനായ ആ ഷണ്ണനെ ഫിലിപ്പോസ് സ്നാനം
കഴിപ്പിക്കുന്നതിന് മുമ്പ് ചോദിക്കുന്നു. അവൻ സ്നാനപ്പെടുവാൻ താല്പര്യം കാണിച്ചപ്പോൾ പറയുകയാണ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു എങ്കിലാകാം. അവന്റെ വിശ്വാസ പ്രഖ്യാപനം, യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടെ യേശു ക്രിസ്തുവാണ് സകലത്തിന്റെയും സൃഷ്ടാവായ ദൈവമെന്നോ, യേശു മൂവരിൽ ഒരുവനാണെന്നോ, ത്രിയേക ദൈവത്തിൽ രണ്ടാമനാണെന്നോ ഒന്നുമുള്ള വിശ്വാസ പ്രഖ്യാപനമില്ല. അവിടുത്തെ വിശ്വാസ പ്രഖ്യാപനം ഇതാണ്: യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ സുവിശേഷത്തിൽ അവർ ഹൈലൈറ്റ് ചെയ്ത, അവർ പോർട്രേറ്റ് ചെയ്ത ആ യേശു ആരാണ്? ദൈവപുത്രനായ ക്രിസ്തു. നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? യേശു ക്രിസ്തുവിനെ ചേർത്ത 3 പേർ ചേർന്ന ഒരു ദൈവം, ത്രിയേക ദൈവം. എവിടുന്ന് കിട്ടി? Prove it from the Bible. As long as you are unable to prove it, you are against the Bible. We are able to prove what we believe, that is vividly mentioned in the Bible. We can show it from the Bible. So we are proved as the true Christians, true followers of the Lord Jesus Christ. You are proved as anti-Christians. You teach against the doctrine of Christ. Jesus Christ has vividly proclaimed that the Father is the only true God. Jesus is Christ, the Son of the living God. Jesus is sent by the only true God. So we are proved as the true Christians according to the teachings of the Lord Jesus Christ, according to the teachings of the disciples of the Lord Jesus Christ. അപ്പോൾ ഞങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ സാമുവേൽ പറയുന്നത് നൂതന ആശയമാണെന്ന് വിശേഷിപ്പിച്ച പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം, അങ്ങയോട് സ്നേഹത്തോടെ എൻ്റെ അപേക്ഷയാണ്, അങ്ങയുടെ ഉപദേശം ബൈബിളിൽ ഒന്ന് പരിശോധിക്കൂ. അങ്ങനെ തന്നെയോ എന്ന് ഒന്നുകൂടി ഒന്ന് പരിശോധിക്കുവാൻ, അത് കണ്ണു തുറന്ന് കാണുവാൻ അങ്ങക്കിടയാകട്ടെ. നമ്മുടെ സുഹൃത്ത് ബന്ധത്തിന് ഒരു കോട്ടവുമില്ല. ഇത് ആശയപരമായ എൻ്റെ പ്രതികരണമാണ്. അങ്ങ് നടത്തിയ ആ പരാമർശം, കുരുവിള കുളഞ്ഞിക്കൊമ്പിൽ പറയുന്ന നൂതന ആശയമെന്ന വിശേഷണം, അത് അങ്ങ് പറഞ്ഞത് തെറ്റാണ്. ബൈബിൾ പറയുന്ന ആശയമല്ലാതെ അതിനപ്പുറത്തൊന്നും എനിക്ക് പറയാനില്ല. ബൈബിൾ പ്രഘോഷിക്കുന്ന ഒരേ ഒരു ദൈവം, സകലത്തിന്റെ സൃഷ്ടാവായ ഒരേ ഒരു സത്യദൈവം, അത് യേശു ക്രിസ്തുവിന്റെയും ദൈവമായ പിതാവാണ്. ഒരിക്കലും ഇതിനെയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും മാറ്റിയും പറയേണ്ട ആവശ്യമില്ല. ഒരു ഇൻസ്റ്റേബിലിറ്റിയും ഞങ്ങൾ പറയുന്നതിനില്ല. അന്നും ഇന്നും ഒരേ ഉപദേശമാണ് പറയുന്നത്. ഇത് ബൈബിളിലുള്ളതാ പറയുന്നത്. അല്ലാതെ അങ്ങ് കളിയാക്കിക്കൊണ്ട് ഏതാണ്ട് പിന്നെന്താ തർക്കമെന്നിയെ ഏതാണ്ടൊക്കെ ഉണ്ട്. ഒരു കുറ്റമറ്റ ഉപദേശം എൻ്റെ കയ്യിൽ കുറ്റമറ്റ ഉപദേശമില്ല. ബൈബിളിൽ കുറ്റമറ്റ ഉപദേശമുണ്ട്. അത് ഞാൻ കൃത്യമായി പറഞ്ഞു. യേശു ക്രിസ്തു പറഞ്ഞത്, യേശു ക്രിസ്തുവിനെ അയച്ച പിതാവാണ് ഒരേ ഒരു സത്യദൈവം, only true God, മോണോൻ അളിത്തിനോൻ തെയോൺ. ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 17 verses 1-3, ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 20 verse 17. യേശു ക്രിസ്തു വളരെ കൃത്യമായത് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ 8:42 യേശു ക്രിസ്തു ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനാണ്. അപ്പോൾ യേശു ക്രിസ്തു പറഞ്ഞ ദൈവമാരാണ്? യേശു ക്രിസ്തുവിനെ അയച്ചവനാണ്. അപ്പോൾ ഈ യേശു ക്രിസ്തു ആ ദൈവത്തെ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ഈ ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ദൈവം മൂവരല്ല, ദൈവം ഒരേ ഒരുവനാണ്. അത് യേശു ക്രിസ്തുവിന്റെയും ദൈവമായ പിതാവാണ്. വളരെ കൃത്യമാണ്. ഇത് ബൈബിളിലുള്ള ഉപദേശമാണ്. ഇത് ബൈബിളിലുള്ള ഉപദേശമാണ്. അങ്ങ് പറയുന്ന അത് എന്താണെന്ന് ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. ട്രിനിറ്റി എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ അങ്ങക്ക് വ്യക്തമായ ഒരു മറുപടിയില്ല. ഓതന്റിക് ട്രിനിറ്റി എന്താണെന്ന് ഞങ്ങൾക്കറിയാം. നൈഷ്യൻ ക്രീഡ് എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ പെന്തക്കോസുകാരുടെ ട്രിനിറ്റി എന്താണെന്ന് ഇതുവരെ ഡിഫൈൻ ചെയ്തിട്ടില്ല. അങ്ങ് പെന്തക്കോസുകാരനല്ലേ? അപ്പോൾ ട്രിനിറ്റി എന്നാൽ എന്തെന്ന്, നിങ്ങൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് ഒന്ന് കൃത്യമായി പറഞ്ഞതാ, ബൈബിളിലുണ്ടെന്ന് കാണിച്ചതാ.
എന്നിട്ട് പറ, നിങ്ങളാണോ ഞാനാണോ നൂതന ഉപദേശം പറയുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ ഇതുവരെ എന്നെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. ഞാൻ ഈ ലൈവ് ഡിക്ലെയർ ചെയ്ത ശേഷം പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം അതേ സമയത്ത് അവിടെ തൻ്റെ ഫോളോവേഴ്സ് ആരും ഇത് വന്ന് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ലൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതേ സമയത്ത് തന്നെ, കാരണം അദ്ദേഹത്തിൻ്റെ വ്യൂവേഴ്സ് ആരും ഇവിടെ വന്നിട്ട് ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത്. എനിക്കതൊന്നും ഒരു വിഷയമല്ല, ഇതിവിടെ കിടക്കും. അത് ഇനിയും വരുന്നവർ കാണും. ഇപ്പം കണ്ടില്ലെങ്കിൽ പിന്നീടായാലും കാണും. കണ്ടില്ലെങ്കിലും എനിക്കൊരു കുഴപ്പവുമില്ല. ആവശ്യമുള്ളവർ കാണും. അവർ സത്യം അറിയും. അവർ സത്യം ഗ്രഹിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സത്യ ഉപദേശത്തിൽ നിലനിൽക്കും. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുത്തരും ദൈവമില്ല. അതുകൊണ്ട് ക്രിസ്തു പറഞ്ഞത് യേശു ക്രിസ്തുവിനെ അയച്ച പിതാവാണ് ഒരേ ഒരു സത്യദൈവമെന്ന്. ഒരു ത്രിയേക ദൈവത്തെക്കുറിച്ചും യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ല. ഒരു തൃത്വത്തെക്കുറിച്ചും യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ല. യേശുവിൻ്റെ ശിഷ്യന്മാരാരും ത്രിയേക ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല, തൃത്വത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അവരുടെ ആരുടെയും അധ്യാപനങ്ങളിലും വിശ്വാസങ്ങളിലും ഉപദേശങ്ങളിലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ മനസ്സിലാക്കി ആ സത്യത്തിൽ നിൽക്കുവാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാവർക്കും ഇടയാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ ആയതിനായി നമ്മേവരെയും സഹായിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്റ്റേ ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ഫോർ വാച്ചിങ്.